കല്ലറയ്ക്കുള്ളിൽ അവർ യേശുവിനെ അടക്കി. ഉയർത്തെഴുന്നേൽക്കാതിരിക്കാൻ അവർ കല്ലറയ്ക്ക് മുമ്പിൽ വലിയൊരു കല്ല് ഉരുട്ടിവെച്ചു. ഇമ്പീരിയൽ മുദ്ര പതിച്ചു. ശക്തരായ പടയാളികളെ കാവൽ നിർത്തി. പക്ഷെ ഇതെല്ലാം ഭേദിച്ച് യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. കിടന്ന കല്ലറയുടെ ഗുണമല്ല അവൻ ഉയർക്കാൻ കാരണം. ആ കല്ലറയ്ക്കുള്ളിൽ ഉണ്ടായിരുന്നത് യേശു ക്രിസ്തു ആയതുകൊണ്ടാണ്. അവർ സമയമെടുത്ത് ചെയ്തു വെച്ചതെല്ലാം യേശുവിൻ്റെ ഉയിർപ്പിനെ തടുക്കുവാൻ വേണ്ടിയായിരുന്നു. കല്ലറയ്ക്ക് മുമ്പിൽ വെച്ച വലിയ കല്ലിനോ ഇമ്പീരിയൽ മുദ്രയ്ക്കോ കാവൽ നിൽക്കുന്ന പടയാളികൾക്കോ എന്തിന് മരണത്തിന് പോലും അവനെ തോൽപ്പിക്കാനായില്ല. എങ്കിൽ ഒന്ന് നാം അടിയുറച്ച് വിശ്വസിക്കണം. നമുക്കുള്ളിൽ യേശുക്രിസ്തു ഉണ്ടെങ്കിൽ കല്ലറയ്ക്ക് മുമ്പിൽ ഉരുട്ടിവെച്ച ഭാരമേറിയ കല്ലുപോലെയുള്ള വിഷയങ്ങൾ, തോറ്റുപോയി എന്ന് മുദ്ര കുത്തിയ ഇമ്പീരിയൽ മുദ്രകൾ, ജീവിത മുന്നേറ്റത്തിന് തടസ്സം നിൽക്കുന്ന ചില വിഷയങ്ങൾ, ഇതൊന്നും കണ്ട് നാം ഭയപ്പെടേണ്ട. ഇതിനെയെല്ലാം ജയിച്ച ഒരു യേശുക്രിസ്തു നമുക്കുണ്ട്. അല്ല, നമ്മുടെ ഉള്ളിലുണ്ട്. നമ്മുടെ കഴിവിനാലല്ല, ഉള്ളിലുള്ള യേശുക്രിസ്തുവിൻ്റെ ശക്തിയാൽ ഞാനിതിനെ മറികടക്കുക തന്നെ ചെയ്യും. അത് അങ്ങനെ തന്നെ സംഭവിക്കുമെന്ന് പറയുക. ആമേൻ.